സ്തുതിക്കുന്നു. വീണ്ടും നാം ദൈവത്തെ ആരാധിക്കുകയാണ്. ആ ദൈവ സാന്നിധ്യത്തിൽ തുടരുവാൻ വീണ്ടും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രിയ ദൈവജനമേ, കർത്താവ് നമ്മോട് പറഞ്ഞ ഒരു പ്രോമിസ് ഉണ്ട്. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടിയിരിക്കും. ഈ ലോകത്താരെല്ലാം നമ്മെ വിട്ടുമാറിയാലും നമ്മെ വിട്ടുപിരിഞ്ഞാലും നമ്മോട് കൂടെ ഇരിക്കുന്ന, എപ്പോഴും നമ്മോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കർത്താവ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എവിടെയെങ്കിലുമൊക്കെ ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മ, ആ ഫെലോഷിപ്പ് നിങ്ങൾക്ക് നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വീണ്ടും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മോട് കൂടിയിരിക്കുന്നവൻ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പഴയ ഗാനമുണ്ട്. ആപത്തുവേളകളിൽ, ആനന്ദവേളകളിൽ നമ്മെ അകലാത്ത ഒരു യേശു നമുക്കുണ്ട്. അത് ഓർക്കുന്നവർ, അത് വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി ദൈവത്തെ സ്തുതിച്ചാണ്. ആമേൻ. വേളകളിൽ, ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആപത്തുവേളകളിൽ, ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മേനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ എഴയാമെന്നെ. മേനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ എഴയാമെന്നെ. ആപത്തുവേളകളിൽ, ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി മുറിവെച്ച തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. എനിക്കായി മുറിവെച്ച തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ. മേനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ എഴയാമെന്നെ. മേനഞ്ഞിടണമേ, വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ എഴയാമെന്നെ. ആപത്തുവേളകളിൽ ചേർന്ന് പാടുമോ? ആനന്ദവേളകളിൽ നമ്മോടകലാത്തവൻ, അകലാത്ത എന്നേശുവേ, നമ്മോടടുത്തിരിക്കുന്നവൻ. അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എന്നേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്നാൽ. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്നാൽ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ. ആപത്തുവേളകളിൽ, ആനന്ദവേളകളിൽ, ഓ
അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ എന്റെ ഗീതം പോലെ നടത്തരുതേ തിരുഗീതം പോലെ നയിക്കണമേ എന്റെ ഗീതം പോലെ നടത്തരുതേ തിരുഗീതം പോലെ നയിക്കണമേ ജീവിതപാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിലെത്തുവോളവും ജീവിതപാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ മേനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ പാടാമേ ഓ മേനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഇഴയാവെന്നെ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ ഓ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ ഓ അങ്ങയുടെ ആത്മാവിനാലേഴേ അഭിഷേകം ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ആത്മാവിനാലേഴേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അകലാത്ത യേശുവേ ഹല്ലേലൂയ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ ഓ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ കഷ്ടതയുടെ കൈപ്പുതീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്ന കഷ്ടതയുടെ കൈപ്പുതീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്ന ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എത്ര പേർ ചോദിക്കും അങ്ങനെ ഒരു കൃപ ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ തിരുകൃപ എന്നിൽ പകരണമേ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ ഓ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ ഓ അകലാത്ത എന്നേശുവേ അങ്ങയുടെ പാദം എന്റെ ഗീതം പോലെ നടത്തല്ലേ എന്റെ ഗീതം പോലെ നടത്തരുതേ തിരുഗീതം പോലെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ടൊന്ന് പാടുമോ എന്റെ ഗീതം പോലെ നടത്തരുതേ തിരുഗീതം പോലെ നയിക്കണമേ ജീവിതപാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ നൽകണേ അപ്പ ജീവിതപാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ
അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഓ പൂർണ്ണതയുള്ള ദൈവഗീതം ഇന്ന് ഞങ്ങളിൽ നിറവേറുവാൻ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. നമ്മുടെ ദൈവമേ, എൻ ദൈവമേ, ഇഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, ഓ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. ഹല്ലേലൂയ. ഇന്ന് പകലത്ത് ചേർന്ന് പാടുമ്പോ ഈ വരികൾ പാടാൻ പ്രായം വിഷയമല്ല. കാരണം 90 കഴിഞ്ഞ അബ്രഹാമിനോട് ദൈവം പറയുക, നീ എൻ്റെ മുമ്പാകെ നിഷ്കളങ്കനായി നടക്കണം. അപ്പൊ കർത്താവിന്റെ കണ്ണുകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് പ്രായം വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു കാര്യം, എൻ്റെ ദൈവത്തിന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, എൻ്റെ ദൈവത്തിന് അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെ ഒത്തിരി ഇഷ്ടമാണ്. ഈ ലോകത്തിൽ കുറേ വർഷങ്ങൾ ജീവിച്ചു സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ച് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. മറിച്ച് നമ്മെ വീണ്ടെടുത്ത് നമ്മുടെ കർത്താവിന് നൽകാനുള്ള ആരാധനയാണ് നമ്മുടെ ജീവിതം. അങ്ങനെയെങ്കിൽ ആ കർത്താവിനെ ജീവിതം കൊണ്ടൊന്ന് പ്രസാദിപ്പിക്കാൻ ഇതുവരെ അങ്ങനെ തോന്നിയില്ലെങ്കിൽ ഇന്ന് പകൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഇനിയെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുവാൻ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എത്ര പേരെ അതിലേക്ക് നയിക്കുന്നു ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടെന്നേ, ഒന്നിനെക്കുറിച്ചും പ്രയാസപ്പെടേണ്ട. നമ്മെ കരുതാൻ നമുക്കൊരു കർത്താവ് ഉണ്ട്. നമ്മൾ അനാഥരല്ല. ആദ്യം അതിനൊന്ന് ആമേൻ പറഞ്ഞേ. നമ്മൾ അനാഥരല്ല. നമുക്കൊരു ഉടമസ്ഥനുണ്ട്, നമുക്കൊരു ഉടയവനുണ്ട്, നമ്മെ വിളിച്ചവനുണ്ട്. അവൻ നമ്മെ അന്ത്യത്തോളം വഴി നടത്തുവാൻ സർവശക്തനാ. ഇന്ന് പകൽ എൻ്റെ ഇഷ്ടം അനുസരിച്ചല്ല സംഗതികൾ എൻ്റെ ജീവിതത്തിൽ വരുന്നതെങ്കിലും ഒരു കാര്യത്തിന് ആമേൻ പറയാൻ കഴിയുമല്ലോ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിൽ പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിനകത്തൊരല്പം വേദന വന്നാൽ ഭാരപ്പെടേണ്ട, അതിനകത്തൊരല്പം ബുദ്ധിമുട്ട് വന്നാൽ ഭാരപ്പെടേണ്ട. കാരണം വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ നമ്മോട് കൂടെയുണ്ട്. നാം ഇത്രമാത്രം പറയാ, യേശുവേ, ഈ മരുഭൂ യാത്രയിൽ സഹായകനായി, തണലായി, കോട്ടയായി, പരിപാലകനായി അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങ് മാത്രമേ ഉള്ളൂ, അങ്ങ് മാത്രമേ ഉള്ളൂ. ഓ ജീസസ്, ഓ ജീസസ്, ഓ ജീസസ്. ഹല്ലേലൂയ. യേശുവേ, നീ മാത്രമേ എൻ്റെ കൃപയിൻ ഉറവിടമേ, പ്രത്യാശയിനാധാരമേ. യേശുവേ, നീ മാത്രമേ എൻ്റെ കൃപയിൻ ഉറവിടമേ, പ്രത്യാശയിനാധാരമേ. അതേ ദൈവജനമേ, നമുക്ക് ചേർന്ന് പാടാം. യേശുവേ, ഞങ്ങൾക്ക് ആശ്രയിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങൊഴികെ ഞങ്ങൾക്കൊരു നന്മയില്ല. ഞങ്ങൾ അങ്ങയുടെ പാദം വരികയാണ്. ഞങ്ങളെ എവിടുന്ന് സ്വീകരിക്കണമേ. ഓ യേശുവേ, നീ മാത്രമേ.
എൻ്റെ പാതയിൽ ദീപമായിരിക്കും, എന്നെ കരുതും, എന്നെ നടത്തും. എൻ്റെ പാതയിൽ ദീപമായിരിക്കും, എൻ്റെ വേദനയിൽ, എൻ്റെ ഭാരങ്ങളിൽ അനുദിനമെന്നെ നടത്തുന്ന നാഥ. എൻ്റെ വേദനയിൽ, എൻ്റെ ഭാരങ്ങളിൽ അനുദിനമെന്നെ നടത്തുന്ന അവനെ വിളിച്ചപേക്ഷിക്കുമോ? യേശുവേ നീ മാത്രമേ എൻ്റെ കൃപയിൻ ഉറവിടമേ, പ്രത്യാശയിൻ ആധാരമേ. ചേർന്ന് യേശുവേ, യേശുവേ നീ മാത്രമേ എൻ്റെ കൃപയിൻ ഉറവിടമേ, പ്രത്യാശയിൻ ആധാരമേ. ഞങ്ങൾ അങ്ങിലാണ് ശ്രമിക്കും, ഞങ്ങൾ അങ്ങിലാ ഭയം ചൊല്ലും. ഉറ്റവരുടയവർ തള്ളിക്കളഞ്ഞാലും ആശ്രയമായെന്നും നീ മാത്രമേ. ഉറ്റവരുടയവർ തള്ളിക്കളഞ്ഞാലും ആശ്രയമായെന്നും നീ മാത്രമേ. അമ്മ മറന്നാലും ലോകം വെറുത്താലും ചേർത്തു പിടിക്കുന്നവൻ നീ മാത്രമേ. അമ്മ മറന്നാലും ലോകം വെറുത്താലും ചേർത്തു പിടിക്കുന്നവൻ നീ. ആ ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് പാടുമോ? യേശുവേ നീ മാത്രമേ എൻ്റെ കൃപയിൻ ഉറവിടമേ, പ്രത്യാശയിൻ ആധാരം, പ്രത്യാശയിൻ ആധാരമേ. ഉറക്കെ നിലവിളിക്കുമോ? യേശുവേ, യേശുവേ നീ മാത്രമേ എൻ്റെ കൃപയിൻ ഉറവിടമേ, പ്രത്യാശയിൻ ആധാരമേ. നിന്ദകൾ, പീഡകൾ, കഷ്ടങ്ങൾ വന്നിടിൽ ആശ്വാസമായെന്നും നീ മാത്രമേ. നിന്ദകൾ, പീഡകൾ, കഷ്ടങ്ങൾ വന്നിടിൽ ആശ്വാസമായെന്നും നീ മാത്രമേ. ഈ മരുയാത്രയിൽ കാലിടറാതെൻ്റെ കരം പിടിക്കുന്നോനും നീ മാത്രമേ. ഈ മരുയാത്രയിൽ
കാലിടറാതെൻ്റെ കരം പിടിക്കുന്നോൻ നീ അവന്റെ പേരുറക്കെ യേശുവേ നീ മാത്രമേ എൻ്റെ കൃപയിൻ ഉറവിടമേ പ്രത്യാശയിൻ ആധാരമേ യേശുവേ യേശുവേ നീ മാത്രമേ എൻ ഉറവിടമേ പ്രത്യാശയിൻ ആധാരമേ. ഒരിക്കൽ കൂടി എന്നെ കരുതും എന്നെ നടത്തും എൻ്റെ പാതയിൽ ദീപമായിരിക്കും എന്നെ കരുതും എന്നെ നടത്തും എൻ്റെ പാതയിൽ ദീപമായിരിക്കും എൻ്റെ വേദനയിൽ എൻ്റെ ഭാരങ്ങളിൽ അനുദിനമെന്നെ നടത്തുന്ന നാഥ എൻ്റെ വേദനയിൽ എൻ്റെ ഭാരങ്ങളിൽ അനുദിനമെന്നെ നടത്തുന്ന അവനെ ആശ്രയിച്ചുകൊണ്ട് യേശുവേ നീ മാത്രമേ എൻ്റെ കൃപയിൻ ഉറവിടമേ പ്രത്യാശയിൻ ആധാരമേ യേശുവേ യേശുവേ നീ മാത്രമേ എൻ്റെ കൃപയിൻ ഉറവിടമേ പ്രത്യാശയിൻ ആധാരമേ. ഈ ജീവിതത്തിലെ വേദനകൾ അത് നമ്മെ തകർക്കാനുള്ളതല്ല, അത് അവന്റെ സ്നേഹത്തിലേക്ക് നമ്മെ വീണ്ടും അടുപ്പിക്കുന്ന ദൈവിക പ്രവൃത്തിയാണെന്ന് ഒന്ന് കാണാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഇപ്പോൾ നീ കടന്നു പോകുന്ന വേദന അത് നിന്നെ തകർത്ത് കളയാനുള്ളതല്ല, മറിച്ച് യോബിനെ പോലെ നിന്നിലുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയെ അവൻ തെളിയിക്കുകയാണെന്ന് എത്ര പേർക്ക് കാണാൻ കഴിയും? ആ കാഴ്ചപ്പാടിൽ ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറയാൻ കഴിയുമോ? കർത്താവേ, എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അങ്ങറിയാതെ സംഭവിക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ അത് അനുവദിച്ചെങ്കിൽ അതിനൊരു പോക്കുവഴിയും അങ്ങ് കണ്ടിട്ടുണ്ട്. അധികം നാൾ ഞാൻ ഇങ്ങനെ കടന്നു പോകേണ്ടി വരത്തില്ല. എനിക്കൊരു ഉയർച്ചയുണ്ട്. ഞാൻ പുറത്തു വരും. ഞാൻ വിടുതൽ പ്രാപിക്കും. എന്റെ ചെങ്ങലകൾ അഴിയും. എന്റെ പരിമിതികൾ ഭേദിച്ച് ഞാൻ പുറത്തു വരും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽ എത്ര പേർക്ക് എന്നോട് കൂടെ അതൊന്നും പ്രഖ്യാപിക്കാൻ കഴിയുന്നുണ്ട്? നിന്നിലൊരു അല്പം വിശ്വാസം ശേഷിക്കുന്നെങ്കിൽ, നിന്നിലൊരു അല്പം പ്രത്യാശ ശേഷിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞേ, യേശുവിന്റെ കാര്യം സാധിപ്പിക്കും. ഞാനോ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട് എന്ന് വാക്കു പറഞ്ഞവൻ അവൻ എന്റെ കരം പിടിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് യേശുവിന് മാത്രം. അതുകൊണ്ട് പരാതികളില്ലാതെ, പരിഭവങ്ങളില്ലാതെ നമ്മെ അവൻ കടത്തിവിടുന്ന സാഹചര്യങ്ങളിൽ നാം ഏകരല്ല, അവൻ നമ്മോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പോടെ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുറിവുകൾക്കും നാഥ നന്ദി. ജീവനിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും
ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. എത്ര പേർ ചോദിക്കും യേശുവേ, നാഥാ, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. എന്നെ നിത്യതയോട് എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുവാൻ അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ നിൻ മറ്റെന്തിനേക്കാൾ ഇന്ന് പകൽ യേശുവിന്റെ സാന്നിധ്യത്തിന് വില കൊടുക്കുന്നവരെന്നോട് ചേർന്ന് ഇന്ന് പകൽ അതൊരു ധൈര്യമാണ്. നിനക്കെല്ലാം ഉണ്ടെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുന്നില്ലെങ്കിൽ, മോശ പറഞ്ഞതുപോലെ മോശക്കറിയാം, ജയം നൽകുന്ന യഹോവ മുൻപിൽ പോയില്ലെങ്കിൽ അവൻ ജയം പ്രാപിക്കത്തില്ലെന്ന്. അങ്ങനെയെങ്കിൽ നിന്റെ കാര്യങ്ങളെ സാധിപ്പിക്കുന്നവൻ നായകനായി നിനക്ക് മുൻപേ നടക്കുവാൻ, നിനക്കൊരു ജയക്കൊടിയായി നിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുവാൻ ഇന്ന് പകൽ യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയുന്നവർ ആ സാന്നിധ്യത്തിൽ യേശുവിന് നന്ദി പറഞ്ഞ് അല്പസമയം ആത്മാവിൽ യേശുവേ നിൻ സാന്നിധ്യം, സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി യേശുവേ, നിൻ സാന്നിധ്യം മതി നാഥാ, നിൻ സാന്നിധ്യം മതി. എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. Hallelujah. Praise the Lord Jesus. Hallelujah. Hallelujah. നാം പാടിയതുപോലെ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അത് എൻ്റെ നന്മയ്ക്ക് കാരണമായി തീർന്നെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ആ വേദനകളും ആ പ്രയാസങ്ങളുമല്ലേ ഈ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നമ്മെ ക്ഷണിച്ചത്. ആ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നതുകൊണ്ടല്ലേ ഈ യേശു കർത്താവാണ് നമ്മെ രക്ഷിക്കാൻ അവൻ മാത്രമേ ഉള്ളെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയും, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒന്നും അവന് പരാതിപ്പെടാനോ പരിഭവപ്പെടാനോ ഉള്ള കാരണമായി അല്ല മാറുന്നത്, മറിച്ച് ദൈവത്തോട് നന്ദി പറയാനുള്ള കാരണമായി മാറും. അങ്ങനെയെങ്കിൽ അവൻ പിശാച് നിന്റെ ജീവിതത്തിൽ മുൻപിൽ നിരത്തുന്ന ഒന്നിനു പുറകെ ഒന്നൊന്നായി നിരത്തി വെക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ കർത്താവിനെ തള്ളി പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയല്ലേ ഇതൊക്കെ നിന്റെ മുമ്പിൽ നിരത്തി വെക്കുന്നത്. എന്നാൽ ഒരു ഭക്തനെങ്കിൽ, നിങ്ങളൊരു ഭക്തനാണെങ്കിൽ
യോബിനെ പോലെ നിങ്ങൾക്ക് പറയാൻ കഴിയും, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടട്ടെ. കാരണം എന്നെ വീണ്ടെടുത്ത എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണ അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ അവൻ നിന്നെ കൈവിടുന്ന ദൈവമല്ല, അവൻ നിന്നെ കഷ്ടതയിൽ അവൻ നിന്നെ കുഴിച്ചു മൂടുന്ന ദൈവമല്ല, മറിച്ച് നിന്നെ തൻ്റെ വലങ്കരം തന്ന് ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. നിന്നെ നിന്ദിക്കേണ്ടവന്റെ അവസാനത്തെ വാക്കും നിനക്കെതിരെ അഭിപ്രായമായി മുഴങ്ങിത്തീരുമ്പോൾ നിനക്ക് വേണ്ടി അവൻ ദൈവം എഴുന്നേൽക്കും. വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് അവന്റെ നാമമഹത്വത്തിന് വേണ്ടിയല്ലേ ഇന്ന് പകലൊന്ന് സന്തോഷിക്കുക, ദൈവത്തിന് നന്ദി പറ. അവനെ സ്തുതിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുവാൻ ഇതൊന്നും നമുക്ക് ബാധകമല്ല. അവൻ നമ്മെ വീണ്ടെടുത്തില്ലേ? കാൽവറിയിൽ അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് ഊറ്റി തന്നില്ലേ? നിത്യതയെ നമുക്ക് സൗജന്യമായി അവൻ നമുക്ക് ഉറപ്പിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ആ നല്ല കർത്താവിനെ, ആ കരങ്ങളെ ഒന്ന് ചേർത്തടിച്ച് ആരാധനയ്ക്ക് യോഗ്യനായവനെ ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. സ്തുതിച്ചിടും ഞാനെൻ കർത്താവിനെ, ആരാധിപ്പാൻ യോഗ്യനാം ദൈവത്തിനെ. സ്തുതിച്ചിടും ഞാനെൻ കർത്താവിനെ, ആരാധിപ്പാൻ യോഗ്യനാം ദൈവത്തിനെ. സ്തുതിച്ചിടും ഞാനെൻ കർത്താവിനെ, ആരാധിപ്പാൻ യോഗ്യനാം ദൈവത്തിനെ. പഠിക്കേ. സ്തുതിച്ചിടും ഞാനെൻ കർത്താവിനെ, ആരാധിപ്പാൻ യോഗ്യനാം ദൈവത്തിനെ. ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ജനം ചേർന്ന് ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, തന്റെ ദയയോ എന്നുമുള്ളത്. ഓ, തന്റെ നിത്യദയയാൽ, തന്റെ ആർദ്ര കരുണയാൽ അവൻ നമ്മെ സ്നേഹിച്ചതോർന്ന് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുമോ? നടത്തിയ വഴികൾ ഓർത്തിടുമ്പോൾ ആനന്ദത്താൽ ഹൃദയം തുള്ളിയിടുന്നു. നടത്തിയ വഴികൾ ഓർത്തിടുമ്പോൾ ആനന്ദത്താൽ ഹൃദയം തുള്ളിയിടുന്നു. ആനന്ദത്താൽ പാടിയിടും, ആത്മാവിൽ നിറഞ്ഞിടും. നടത്തിയ ദൈവത്തെ ഞാൻ ആരാധിച്ചിടും. ആനന്ദത്താൽ പാടിയിടും, ആത്മാവിൽ നിറഞ്ഞിടും. നടത്തിയ ദൈവത്തെ ഞാൻ ആരാധിച്ചിടും. ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയ അവന്റെ ജനമത് ചേർന്ന് പാടട്ടെ. ഓ, ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ, 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 തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, തന്റെ ദയയോ എന്നുമുള്ളത്. അവൻ നമ്മെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മെ വിടുവിച്ചു. അവൻ നമ്മെ കരം പിടിച്ചുയർത്തി. ഒരിക്കലും തകർന്നു പോകാതെ ക്രിസ്തു എന്ന പാറമേൽ നമ്മെ നിർത്തി. അങ്ങനെയെങ്കിൽ ഒരു പ്രതിസന്ധികൾക്കും ഒരു കൊടുങ്കാറ്റിനും നമ്മെ തകർക്കാൻ കഴിയില്ല. ഞാൻ നിൽക്കുന്നത് അവനിലാണെന്ന് വിശ്വസിക്കുന്നവർ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. പാറമേൽ നിർത്തി ക്രിസ്തുവിൽ ഉയർത്തി. പുതുഗാനം നൽകിയെന്നും ആരാധിച്ചിടാൻ. പാറമേൽ നിർത്തി ക്രിസ്തുവിൽ ഉയർത്തി. പുതുഗാനം നൽകിയെന്നും ആരാധിച്ചിടാൻ. ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ,
തന്റെ ദയയോ എന്നുമുള്ളത്. ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ, തന്റെ ദയയോ എന്നുമുള്ളത്. ഇന്ന് പകൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോ, കർത്താവേ, ഞങ്ങൾ നിന്നതല്ല, അങ്ങ് ഞങ്ങളെ നിർത്തിയതാണ്. ഞങ്ങൾ ഒന്നും നേടിയതല്ല, എല്ലാം അവിടുത്തെ ദാനമാണ്. പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഉള്ളം നിറയുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവനെ സ്തുതിച്ചേ. ഓ, നിന്നതല്ല ഞാൻ, എന്നെ ദൈവം നിർത്തി. എന്റേതൊന്നുമല്ല, എല്ലാം ദൈവത്തിൻ ദാനം. നിന്നതല്ല ഞാൻ, എന്നെ ദൈവം നിർത്തി. എന്റേതൊന്നുമല്ല, എല്ലാം ദൈവത്തിൻ ദാനം. പച്ചയായ പുൽമേടിൽ അനുദിനം നടത്തി പാലിക്കും ദൈവത്തെ ഞാൻ ആരാധിച്ചിടും. പച്ചയായ പുൽമേടിൽ അനുദിനം നടത്തി പാലിക്കും ദൈവത്തെ ഞാൻ ആരാധിച്ചിടും. ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ, തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ, അവൻ നമ്മെ തന്റെ ആത്മാവിന്റെ ശക്തിയാൽ നിറച്ചു. അനുദിനം നമ്മെ തന്റെ അഭിഷേകത്താൽ നിറച്ചു. ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ കൃപയോർത്ത് എത്ര പേർ കർത്താവിനെ സ്തുതിക്കും നന്ദിയോടെ. ഓ ജീസസ്, ഹല്ലേലൂയ. യേശുവേ, ആത്മശക്തിയെ ഞങ്ങളിൽ അവിടുന്ന് പകരണമേ അപ്പ. ഓ, ആത്മാവിൻ ശക്തിയാൽ എന്നെ നിറച്ചു. അനുദിനം പുതു എണ്ണ എന്നിൽ പകർന്നു. ആത്മാവിൻ ശക്തിയാൽ എന്നെ നിറച്ചു. അനുദിനം പുതു എണ്ണ എന്നിൽ. ജനമൊന്ന് ചേർന്ന് പാടുമോ? ആത്മാവിൻ ശക്തിയാൽ എന്നെ നിറച്ചു. അനുദിനം പുതു എണ്ണ എന്നിൽ പകർന്നു. ആത്മാവിൻ ശക്തിയാൽ എന്നെ നിറച്ചു. അനുദിനം പുതു എണ്ണ എന്നിൽ പകർന്നു. ആത്മാവിൽ നടത്തും ആത്മാവാം ദൈവത്തെ, ആത്മാവിലും സത്യത്തിലും ആരാധിച്ചിടാം. ആത്മാവിൽ നടത്തും ആത്മാവാം ദൈവത്തെ, ആത്മാവിലും സത്യത്തിലും. ചേർന്നു ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, സന്തോഷമുള്ളവൻ, പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ദൈവം നല്ലവൻ, ദൈവം പരിശുദ്ധൻ, തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, തന്റെ ദയയോ എന്നുമുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ, തന്റെ ദയയോ എന്നുമുള്ളത്. ഓ, ഹല്ലേലൂയ ഹല്ലേലൂയ, തന്റെ ദയയോ എന്നുമുള്ളത്. 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 ഓ, കർത്താവിന്റെ ദയക്ക് കരങ്ങളെ ഒന്ന് ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അല്പസമയം ദൈവത്തെ നന്ദിയോടെ ഒന്ന് സ്തുതിക്കുമോ?
എത്ര അർത്ഥവത്തായ വരികളാണ്. നിന്നതല്ല നാം, ദൈവം നിർത്തി. എന്റേതൊന്നുമല്ല, എല്ലാം ദൈവത്തിന്റെ ദാനം. എങ്ങനെ നന്ദി പറയാതിരിക്കും ഈ കർത്താവിന്? അർഹതയില്ലാത്ത നമ്മെ, അളവില്ലാത്ത എല്ലാ ദാനങ്ങളും നൽകി നമ്മെ ഇത്രത്തോളം വഴി നടത്തിയ നല്ല ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് സ്തുതിക്കുമോ? 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 ജീസസ്. എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല ദൈവത്തിന്റെ സ്നേഹം, അല്ലേ? മിണ്ടാതിരിക്കരുത് കേട്ടോ, വാ പൂട്ടിയിരിക്കരുത്. ചിലപ്പോ ആർക്കെങ്കിലും ഒക്കെ അരോചകമായി തോന്നുമോ എന്നൊക്കെ ഓർത്ത് മിണ്ടാതിരിക്കുന്നുണ്ട്. നിന്റെ വീണ്ടെടുപ്പുകാരനെ സ്തുതിക്കാൻ നിന്റെ ഉള്ളത്തിൽ സന്തോഷം ഇന്ന് പകലുണ്ടെങ്കിൽ ശബ്ദമുയർത്തിയ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചു. ജീസസ്. Jesus, thank you, Lord. മറ്റെന്തിനേക്കാൾ ഉപരിയായി ഇന്ന് പകൽ യേശുവിന്റെ സ്നേഹം അനുഭവിക്കുന്നു. യാതൊരു നിബന്ധനകളും ബാധകമല്ലാതെ നമ്മെ തൃപ്തിപ്പെടുത്തുവാൻ നമ്മിലേക്ക് ഒഴുകുന്ന ആ യേശുവിന്റെ സ്നേഹത്തിന് നന്ദി പറയുമോ? അളവില്ലാത്ത സ്നേഹത്താ കരുതുന്നവൻ, അളവില്ലാത്ത സ്നേഹത്താ, അളവില്ലാത്ത സ്നേഹത്താ കരുതുന്നവൻ, അളവില്ലാത്ത സ്നേഹത്താ. ആ കണ്ണുകളൊന്ന് അടച്ചു പാടുമോ? അളവില്ലാത്ത സ്നേഹത്താ കരുതുന്നവൻ, അളവില്ലാത്ത സ്നേഹത്താ. എൻ മനമേ പാടു നീ, പുകഴ്ത്തു നീ, അവൻ ചെയ്ത നന്മകൾ ഓർത്തു നീ. എൻ മനമേ പാടു നീ, പുകഴ്ത്തു നീ, അവൻ ചെയ്ത നന്മകൾ ഓർത്തു നീ. കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം കർത്താവേ. പാടും ഞാൻ കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം കർത്താവേ. എൻ മനമേ പാടു നീ, പുകഴ്ത്തു നീ, അവൻ ചെയ്ത നന്മകൾ ഓർത്തു നീ. പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്തത് എന്താണെന്ന് അറിയാമോ? അവൻ ചെയ്ത ഉപകാരങ്ങൾ പലപ്പോഴും ഓർക്കാൻ നമ്മൾ സമയമെടുക്കാറില്ല. ഒരിക്കൽ ദാവീദ് രാജാവ് തന്റെ മുറിയിലേക്ക് കടന്നു ചെന്നിട്ട് തന്നെ ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത് ദൈവത്തോട് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എന്റെ ഗ്രഹവും എന്നുള്ളൂ. കാട്ടിൽ നിന്നും കൊട്ടാരത്തിലേക്കുള്ള തന്റെ യാത്രയിൽ ദൈവിക ഇടപെടൽ അനുനിമിഷം അനുഭവിച്ചറിഞ്ഞ ദാവീദിന് പറയാൻ കഴിയും, അവന്റെ വളർച്ചയുടെ, അവന്റെ വിടുതലിന്റെ, അവിടെ നന്മയുടെ സകല ക്രെഡിറ്റും മഹത്വവും ദൈവത്തിന് കൊടുത്തുകൊണ്ട് പറയുക, എന്റെ ദൈവമേ, ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എന്റെ ഗ്രഹവും എന്നുള്ളൂ. തീർന്നില്ല.
അതിന്റെ അടുത്ത വാക്കുകൾ ഇങ്ങനെയാ: അതുകൂടി പോരാഞ്ഞിട്ട് നീ എന്റെ ഭാവിക്ക് കൂടിയുള്ളത് കരുതിയിരിക്കുന്നുവെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ കരുതലിന്റെ വ്യാപ്തി തിരിച്ചറിഞ്ഞ ദൈവ പൈതലേ, പരിഭവിക്കാതെ അവന്റെ നന്മകളോർത്ത്, അവൻ ചെയ്ത ഉപകാരങ്ങളോർത്ത്, ഓ എൻ മനമേ പാടു നീ, പുകഴ്ത്തു നീ അവൻ ചെയ്ത നന്മകൾ ഓർത്തു നീ. എൻ മനമേ പാടു നീ, പുകഴ്ത്തു നീ അവൻ ചെയ്ത നന്മകൾ ഓർത്തു നീ. കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം കർത്താവേ. പാടും ഞാൻ കോടി കോടി, സന്തോഷമുള്ളൊരു പാടിക്ക്. കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം. ഒരിക്കൽ കൂടി നന്ദിയോടെ. കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം കർത്താവേ. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാൻ. ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എന്തെങ്കിലും രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ, ഡോക്ടേഴ്സ് അത് മാറത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെഡിക്കൽ സയൻസിന് കഴിയത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നാളുകളായി മരുന്നിന്റെ ബലത്തിലാണ് നിന്റെ ജീവൻ നിലനിൽക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ, ഇന്ന് പകൽ ജീവന്റെ ഉടയവൻ, ഇന്ന് പകൽ നിന്നെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ കരം നിന്നെ സ്പർശിക്കുകയാണ്. അവൻ യഹോവ റാഫ, തന്നടിപ്പിണരാൻ സൗഖ്യം. നിന്റെ കൂടെ ഇരിക്കുന്നവൻ യഹോവ ശമ്മാ കൂടെ ഇരി. സഹോദരി നീ ഏകയല്ല, സഹോദരനെ നീ ഏകയല്ല, നിന്നോട് കൂടെ യേശുവുണ്ട്. ഓ യഹോവ ശമ്മാ കൂടെ ഇരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. അവനെ മുറുകെ പിടിച്ചു പാടിക്കേ. യേശുവേ നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, നീ മാത്രം മതി,
മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. അപ്പൊ അങ്ങേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം കർത്താവേ. പാടും ഞാൻ കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം, കോടി കോടി സ്തോത്രം കർത്താവേ. രോഗശയ്യയിൽ കൂടെ ഇരിക്കുന്ന, രോഗശയ്യയിൽ കൂടെ ഇരിക്കുന്ന പെറ്റ തള്ളയേക്കാൾ ഉച്ചു സ്നേഹിക്കുന്ന, പെറ്റ തള്ളയേക്കാൾ ഉച്ചു സ്നേഹിക്കുന്ന വൻ കൃപയിലെന്നെ ഇന്നയോളം കാത്ത, വൻ കൃപയിലെന്നെ ഓരോ നാളും എൻ്റെ, ഓരോ നാളും എൻ്റെ കൂടെ ഇരിക്കുന്ന, ഓരോ നാളും എൻ്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എൻ്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. അപ്പാ, വർണ്ണിച്ചു തീർക്കാൻ കഴിയാത്ത പ്രവൃത്തികൾ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വാക്കുകൾക്ക് പരിമിതികളുണ്ട്. എന്നാൽ അങ്ങയുടെ സന്നിധി ഞങ്ങളുടെ ജീവനെ തന്നെ സമർപ്പിച്ചു, ഞങ്ങളുടെ ജീവിതം തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ചു. നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ നിമിഷവും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഇന്ന് പകൽ ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഞങ്ങളെ അതിനായി പരിശുദ്ധാത്മാവെ സഹായിക്കണേ. പിതാവേ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹം, അങ്ങയുടെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച സ്നേഹത്തിന് നന്ദി പറയുന്നു യേശുവേ. അളവില്ലാത്ത സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ അയോഗ്യരാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നിട്ടും ഞങ്ങളെ സ്നേഹിക്കുവാൻ അങ്ങേക്ക് തോന്നിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ. ഇന്ന് കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവർ, അങ്ങേ ആരാധിക്കുന്നവർ, ഏതെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നെങ്കിൽ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർ, പ്രതീക്ഷ അറ്റുപോയവർ, ഇന്ന് പകൽ ദൈവം അവരെ തൊട്ടതിന് നന്ദി പറയുന്നു. കർത്താവേ, രോഗശൈലിയിൽ കൂടെ ഇരിക്കുന്നവന്റെ സാന്നിധ്യം ഈ നിമിഷം അവർ അനുഭവിക്കുന്നതിന് നന്ദി പറയുന്നു. സകലമാനവും മഹത്വവും അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആ ശ്രേഷ്ഠ കർത്താവിന് കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.